ശ്രീ മരുതൻകുടി സതീഷ് കുമാർ, നോക്കൂ, 2 മാസത്തെ സമയം കൂടി വേണമെന്ന് ഒരു സർക്കാർ പറയുന്നു. ഇവരുടെ സമരത്തിന് ഏകദേശം 1 മാസം പ്രായമാവുകയാണ്. ഈ ഒരു സമയം അല്ലെങ്കിൽ സർക്കാരിന് മുന്നിലുള്ള തടസ്സം തികച്ചും സാങ്കേതികമാണോ? അത്രയും സമയമെടുക്കുമോ ഒരു പുതിയ സർക്കാർ വന്നാൽ ഒരു റാങ്ക് ഹോൾഡേഴ്സിനെ പരിഗണിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അത്രയും സമയം വേണോ? ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഈ ചർച്ചയുടെ ടൈറ്റിൽ കൊടുത്തത് PSC എന്നുള്ളതിനൊരു പുതിയ നാമകരണം കൊടുത്തു, പിണറായി സതീശൻ കമ്മീഷൻ. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇപ്പോഴും PSC എന്ന് പറയുന്നത് പിണറായി കമ്മീഷൻ തന്നെയാണ്, സതീശൻ കമ്മീഷൻ ആയിട്ടില്ല. അവിടെ ഒരാൾ പോലും കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെ ആൾക്കാരായിട്ട് വന്നിട്ടില്ല, പഴയ ആൾക്കാർ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ഇനി ചോദ്യത്തിലോട്ട് വരാം. അതായത് ഈ UP അധ്യാപക തസ്തികകളുടെ നിയമനം എന്ന് പറയുന്നത് മറ്റ് തസ്തികകളിൽ നിന്ന് വ്യത്യസ്തമായ നിയമനമാണ്. മറ്റ് തസ്തികകളിലെ ഡിപ്പാർട്ട്മെൻറ്റിനുണ്ടാകുന്ന ഒഴിവുകൾ അത് പ്രൊമോഷനാകാം, റിട്ടയർമെൻ്റ് ആകാം, മറ്റ് തസ്തികകളിലേക്കുള്ള സ്ഥലം മാറി പോകുന്നതാകാം, ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ആകാം. അതൊക്കെ വരുന്ന ഒഴിവുകളാണ് മറ്റ് തസ്തികകളിലുണ്ടാകുന്നത്. മറിച്ച് ഈ അധ്യാപക തസ്തികകളുടെ നിയമനം എന്ന് പറയുന്നത് നിലവിലുള്ള അധ്യാപക തസ്തികകൾ തന്നെ എണ്ണം തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എല്ലാ വർഷവും സ്കൂൾ തുറന്നതിന് ശേഷം നടക്കുന്ന കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ കണക്കെടുപ്പ് നടക്കുമ്പോൾ എൻ്റെ കൊച്ചനിയൻ ഇവിടെ പറഞ്ഞതുപോലെ ഓരോ വർഷവും കണക്കെടുപ്പ് നടക്കുന്ന അവസരത്തിൽ എത്ര കുട്ടികളുണ്ട്, ആ കുട്ടികൾക്ക് ആനുപാതികമായിട്ടാണ് അധ്യാപകരെ നിയമിക്കുന്നത്. അപ്പോൾ ആ കണക്കെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതെന്ന് പറഞ്ഞാൽ ജൂലൈ 15 ആകുമ്പോഴാണ് പ്രക്രിയ പൂർത്തിയാകുന്നത്. അപ്പോൾ മാത്രമാണ് അറിയുന്നത് എത്ര അധ്യാപകർ വേണം എന്നുള്ളത്. മാത്രമല്ല, അധ്യാപക തസ്തികൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു റാങ്ക് ലിസ്റ്റ് എപ്പോൾ നിലവിൽ വന്നാലും ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നൽകുന്നതെന്ന് പറയുന്നത് ജൂൺ മാസത്തിൽ മാത്രമാണ്. കാര്യം റിട്ടയർമെൻറ്റ് ഉണ്ടാകുന്നത് മാർച്ച് 31-ാം തീയതിയും ഏപ്രിൽ 30-ാം തീയതിയും അതുപോലെ തന്നെ ജൂൺ 30-ാം തീയതിയും മെയ് 31-ാം തീയതിയാണ് റിട്ടയർമെൻറ്റ് വരുന്നത്. പിന്നെ റിട്ടയർമെൻറ്റ് വരുന്നത് അടുത്ത മാർച്ച് 31-ആണ്. അപ്പോൾ ഈ 3 മാസത്തെ റിട്ടയർമെൻറ്റ് മാത്രമാണ് ഇവർക്ക് അനുകൂലമായിട്ട് കിട്ടുന്നത്. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അതിനുശേഷം ജനന തീയതി വരുന്നവരെല്ലാം സൂപ്പർ ആനുവേഷനിൽ അടുത്ത വർഷം മാർച്ച് 31 വരെ തുടരുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കണക്കെടുപ്പ് നടത്തുന്ന അവസരത്തിൽ ഒഴിവുകൾ എത്രയുണ്ട്, ആ ഒഴിവുകളാണ് PSCയിലേക്ക് പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴുണ്ടായ കുറവുകളാണ് എൻ്റെ സ്നേഹിതൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് PSCയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, 1-ാം റാങ്കുകാരന് പോലും 1.5 വർഷമായിട്ടും നിയമനം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിലുണ്ടാകുന്ന ഒരു വലിയ അപാകതയാണ് അവിടെ ഉള്ളത്. റാങ്ക് ലിസ്റ്റുകൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത ശേഷം തയ്യാറാക്കാതിരിക്കുന്നതിലും റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം തീരുമാനിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ജോലി ലഭിക്കുമെന്നുള്ളൊരു ഉറപ്പും കൂടെ കിട്ടേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. പല കാര്യങ്ങളിലും PSC ഇപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ മുൻമുനയിൽ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ റാങ്ക് ലിസ്റ്റുകളുടെ വലിപ്പം ചിലതിന് കൂട്ടുക, ചിലതിന് കുറയ്ക്കുക, അതോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി തോന്നിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക എന്നുള്ള രീതിയിൽ ചിലതിനാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് നിയമനം നടത്താത്തൊരവസ്ഥ ആ രീതിയിലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വേക്കൻസികൾ ഉണ്ടാകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ അനിയനിവിടെ സൂചിപ്പിച്ചു, അതായത് അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കണം, ഒന്നാമത്തെ ഡിമാൻഡ്. രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുന്നതോടൊപ്പം തന്നെ പ്രഥമാധ്യാപകൻ്റെ ചുമതലയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റി അത് പ്രത്യേക ഒരു തസ്തികയാക്കണം. ഇത് രണ്ടും തീരുമാനമെടുക്കേണ്ടതാണ്. സർക്കാർ തലത്തിൽ തീരുമാനമെടുത്ത് അതിനുശേഷം നടപ്പാക്കേണ്ട 2 കാര്യങ്ങളാണ്. മറിച്ച് അധ്യാപകരുടെ റിട്ടയർമെൻറ്റ് മൂലം ഉണ്ടാകുന്ന ഒഴിവുകളാണെങ്കിൽ പോലും ഈ വിദ്യാർത്ഥി അനുപാതം കണക്കെടുക്കുന്ന അവസരത്തിൽ ആ വിദ്യാർത്ഥി അധ്യാപക അനുപാതത്തിനനുസരിച്ചുള്ള തസ്തികകളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അത് സ്വകാര്യ സ്കൂളിലായാലും അതോടൊപ്പം തന്നെ സർക്കാർ സ്കൂളുകളിലായാലും ഇതൊരു കൃത്യമായ രീതിയിൽ എല്ലാ വർഷവും കണക്കെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വരികയും ചെയ്യണം. നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടുവരുന്ന ഒരു പ്രവണത സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നൊരവസ്ഥയുണ്ട്. അതിന് നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്. സർക്കാർ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ കുറയുകയും അതോടൊപ്പം തന്നെ സ്വകാര്യ സ്കൂളുകളിൽ അല്ലെങ്കിൽ CBSE ICSE സ്കൂളുകളിലേക്ക് കുട്ടികളുടെ പോക്കും കൂടുന്നൊരു വ്യവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. അതാണ് ഇന്നത്തെ ഈ ഒരു പ്രതിസന്ധിയുടെ ഒരു പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിനകത്ത് സമഗ്രമായൊരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലും ആലോചിച്ച് ഈ വിദ്യാർത്ഥി അധ്യാപക അനുപാതം കുറയ്ക്കുന്നത് എത്രത്തോളം കുറയ്ക്കാം, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെപ്പറ്റിയും അടിയന്തരമായൊരു തീരുമാനം വരേണ്ടതാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ റാങ്ക് ലിസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ PSC നേരിടുന്നതിൽ ഒരു ആരോപണവും ഇത് തന്നെയാണ്.
ആവശ്യമില്ലാതെ ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇല്ലാത്ത വേക്കൻസികളിലേക്ക് നോട്ടിഫൈ ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പരീക്ഷ നടത്തി ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുന്നതിന് റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ച് നിയമനം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് യുവാക്കളെ സംബന്ധിച്ചുള്ള അങ്ങേയറ്റം വേദനാജനകമായൊരു സംഭവമാണ്. അവരുടെ പ്രതീക്ഷ നശിക്കുകയാണ്. PSCയിൽ ഇങ്ങനെയും തട്ടിപ്പ് നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്.